ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ കുറേ പേർക്കൊന്നും മലയാളം പ്രശ്നം ഉണ്ടാവില്ല, എന്നാലും മലയാളം കുറച്ച് ടഫായിട്ടുള്ളവർക്ക് ഈസി ആയിട്ട് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ നല്ലോണം ഏത് ചാപ്റ്റേഴ്സ് ആണെങ്കിലും, അത് പോയം ആണെങ്കിലും ശരി, ഇല്ലെങ്കിൽ പ്രോസ് ആണെങ്കിലും ശരി, അങ്ങനത്തെ ചാപ്റ്റേഴ്സ് നല്ല രീതിയിൽ പഠിക്കുക, അതായത് വായിക്കുക, നല്ല രീതിയിൽ കഥ മനസ്സിലാക്കി വെക്കുക, കവിതയും നല്ലോണം അതിൻ്റെ ആശയം നല്ലോണം മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. എന്നിട്ട് പിന്നെ നമുക്ക് തരുന്ന നോട്ട്സ്, നമുക്ക് തന്നിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക, വായിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് ടിപ്പ്. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ വൺ ഷോട്ട് ക്ലാസ്സൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ, മലയാളത്തിനൊക്കെ കുറച്ച് കുഞ്ഞി വീഡിയോസ് ഉണ്ടാവും, അതൊക്കെ ഒന്ന് ജസ്റ്റ് വേഗം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും കഥകൾ വേഗം മനസ്സിലാവുകയും ചെയ്യും. അതുപോലെ നമുക്ക് ആ ഒരു കേട്ട ഓർമ്മയുണ്ടാവും, കേട്ട ആ ഒരു ഇതിൽ നമുക്ക് എഴുതാനും വേണ്ടി പറ്റും. അതാണ് തേർഡ് ടിപ്പ്. പിന്നെ നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലേബർ ഇന്ത്യ അല്ലെങ്കിൽ ഗൈഡ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് സമ്മറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും, കവിതയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. പിന്നെ അതിൽ തന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകാത്തേ ഉള്ളൂ. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എക്സാമിന് യൂസ്ഫുൾ ആവുന്നതാണ്. അതായത് നമുക്ക് കിട്ടിയതിന് ശേഷം ആ ഒരു 15 മിനിറ്റ്സുള്ള കൂൾ ഓഫ് ടൈമിൽ പ്ലാൻ ചെയ്ത് വെക്കുക, ഏതൊക്കെ എങ്ങനെയൊക്കെ എഴുതണം. അതായത് തുടക്കം മാത്രം, ഫുള്ള് നമുക്ക് പ്ലാൻ ചെയ്തിരിക്കാനുള്ള ടൈമൊന്നും ഇല്ല. എന്നാൽ വൺ വേർഡിന് അറ്റ്ലീസ്റ്റ് നമ്മൾ വേഗം ഒന്ന് ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ശരിയാക്കി വെക്കുക. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ എഴുതുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ എല്ലാം, അതായത് മെയിനായിട്ട് നമ്മൾ എല്ലാത്തിനും കറക്റ്റ് ടൈം കൊടുത്തിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നിൽ മാത്രം സ്റ്റക്ക് ഓൺ ആയിട്ട് നിൽക്കാതെ എല്ലാത്തിനും കറക്റ്റായിട്ടുള്ള ടൈം സ്കെഡ്യൂൾ ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ വേഗം അപ്ലോഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ഞാൻ 2 ചാപ്റ്റേഴ്സ് പഠിച്ചത് പിന്നെ വേഗം എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇത്ര ഷോർട്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് വേണോ വേണ്ടോ എന്നുള്ളതൊക്കെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.